നമ്മൾ മൊബൈലിന്റെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നവരാണ്. ചില ഫോട്ടോസ് നമ്മൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുമുണ്ട്. എന്നാൽ ഈ ഫോട്ടോ ലഭിക്കുന്ന വ്യക്തിക്ക് ഈ ഫോട്ടോയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിൽ ലഭ്യമാണ്. അതായത് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഫോട്ടോ ഏത് ക്യാമറ ഉപയോഗിച്ചാണ് എടുത്തത്, എത്രയാണ് ഇതിന്റെ റെസൊല്യൂഷൻ, ഇതിന്റെ സൈസ് എത്രയാണ്, ഇതിന് ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ ഈ ഫോട്ടോയുടെ അകത്തുണ്ട്. അതൊക്കെ അവർക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. എന്നാൽ ഈ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇൻബിൽറ്റ് ആയിട്ട് നമ്മുടെ മൊബൈലിൽ അതിനുള്ള സംവിധാനം ഇല്ല. എന്നാൽ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിൽ ചെയ്യാം എന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ അലോ ഓൾ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. താഴെ ഒരുപാട് എഡിറ്റിംഗ് ടൂളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സിംഗിൾ എഡിറ്റ്, അതുപോലെ തന്നെ ക്രോപ്പ്, അതുപോലെ തന്നെ ഇമേജ് കട്ടിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ അതൊരു AI ഫീച്ചറുകൾ ഉള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റർ, ഡ്രോ, ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, അതുപോലെ തന്നെ മാർക്കപ്പ് ലെയർ, ഇമേജ് സ്റ്റിച്ചിങ് തുടങ്ങി ഒരുപാട് നല്ല നല്ല എഡിറ്റിംഗ് ടൂളുകൾ ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അടിപൊളി എഡിറ്റിംഗ് ടൂളുകളുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് തിരഞ്ഞെടുക്കാം. ഇതിലും നല്ല നല്ല ഫീച്ചറുകൾ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് പിക്ക് കളർ, അതുപോലെ തന്നെ കമ്പയർ, ഇമേജ് ടു SVG, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി നാലാമത്തെ ടൂൾ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ PDF ടൂള്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് സ്കാനർ, QR കോഡ്, അതുപോലെ തന്നെ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ജിഫ് ടൂള്, സിബ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് മുകളിലുള്ള ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. PDF ഭാഗത്ത് അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും PDF ടു ഇമേജ്, ഇമേജ് ടു PDF, അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. ഇതിൽ നമുക്കൊരു ഫോട്ടോയുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. സിംഗിൾ എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഗാലറിയിൽ നിന്നും ഇവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതാ ഇവിടെ തന്നെ ഒരുപാട് എഡിറ്റിംഗ് ടൂളുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ക്രോപ്പ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ താഴെ നമുക്ക് AI ഫീച്ചറുകൾ, അതിലേക്ക് നമുക്ക് എന്തെങ്കിലും എഴുതി ചേർക്കണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇമേജിൻ്റെ ഫോർമാറ്റ് നമുക്ക് മാറ്റാൻ സാധിക്കും. JPG, PNG, അങ്ങനെ JXL, അങ്ങനെ അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ തന്നെയുണ്ട്. അതിൻ്റെ റീസൈസ് ടൈപ്പ് നമുക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിൽ മോഡ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഇടതുവശത്ത് മുകളിൽ എഡിറ്റ് എക്സിഫ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കണ്ടോ, ഈ ഒരു ഫോട്ടോയുടെ അകത്തുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇത്. സോഫ്റ്റ്വെയർ ഏതാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് ഏതാണ്, റെസൊല്യൂഷൻ ഏതാണ്, ഇവിടെ തന്നെ അതിൻ്റെ ഏത് ഡേറ്റിലാണ് എടുത്തത്, അതുപോലെ തന്നെ ഏത് മൊബൈലിലാണ്. കണ്ടോ, ഗാലക്സി S23 അൾട്രയിൽ എടുത്തതാണ്. അതുപോലെ തന്നെ സാംസങ് ആണ് മൊബൈൽ. ഇവിടെ ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റ് എപ്പോഴാണ് എടുത്തത്, ടൈമും ഡേറ്റും മറ്റുള്ള കാര്യങ്ങൾ. കണ്ടോ, ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യം മാത്രം ഞാനിവിടെ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ സാംസങ് എന്ന ഭാഗത്ത് അത് മാറ്റിയിട്ട് ഇവിടെ iPhone എന്നാക്കുകയാണ്. ഓക്കെ, iPhone എന്നാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഗാലക്സി S23 അൾട്ര എന്ന ഭാഗത്ത് ഞാനിവിടെ മാറ്റിയിട്ട് iPhone എന്നെഴുതുകയാണ്. iPhone 16 Pro Max എന്ന് എഴുതിയാലോ, 16 Pro Max എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ക്ലോസ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളൊന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗാലറിയിലേക്ക് സേവ് ആകും. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കണ്ടോ, കളർഫുള്ളായിട്ട് തന്നെ അത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ബാക്ക് വന്നിട്ട് ഗാലറി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഗാലറി തുറന്ന് ഇവിടെ നിങ്ങൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇമേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇമേജ് ഉണ്ട്. ഞാൻ ഒന്നുകൂടി അതിന് മുമ്പ് എഡിറ്റ് ചെയ്തതാണ്. ഓക്കെ, ഒറിജിനൽ ഇമേജ് ഇതാണ്. ഓക്കെ, ഞാൻ എഡിറ്റ് ചെയ്തത് ഇതാണ്. ഈ ഒരു ഇമേജ് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത ആ ഡീറ്റെയിൽസ് മാത്രമാണ് അവർക്ക് എടുക്കാൻ സാധിക്കുക. ഒറിജിനൽ ഡീറ്റെയിൽസ് അവർക്ക് ഒരിക്കലും തന്നെ എടുക്കാൻ സാധിക്കില്ല. ഓക്കെ,
അപ്പോൾ ഇതുപോലെ നമ്മൾ മൊബൈലിൽ എടുത്ത ഫോട്ടോസിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.